പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ 120 ദിവസത്തേക്ക് കൂടി നീട്ടി. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലായിരുന്ന കെ ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. അതിനിടെ കൃഷി വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ബി അശോക് IASന് കടുത്ത അതൃപ്തിയുണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകനെയും കെ ഗോപാലകൃഷ്ണൻ IASനെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചു എന്നതിന്റെ പേരിലാണ് എൻ പ്രശാന്ത് IASനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പ്രശാന്തിന് കുറ്റാരോപിത മെമ്മോ നൽകി. ഇതിന് മറുപടി നൽകാതെ ചോദ്യങ്ങൾ ഉന്നയിച്ച് ചീഫ് സെക്രട്ടറിക്ക് പ്രശാന്ത് 2 കത്തുകൾ നൽകി. തനിക്കെതിരെ ആരാണ് പരാതി നൽകിയത്, തന്റെ ഫേസ്ബുക്ക് അക്കൌണ്ടിന്റെ സ്ക്രീൻഷോട്ട് ആരാണ് എടുത്തത് തുടങ്ങി 7 ചോദ്യങ്ങളായിരുന്നു പ്രശാന്ത് ഉന്നയിച്ചത്. ഇതിന് മറുപടി നൽകിയ ശേഷം കുറ്റാരോപിത മെമ്മോയ്ക്ക് മറുപടി നൽകാമെന്ന പ്രശാന്തിന്റെ നിലപാടാണ് സസ്പെൻഷൻ നീട്ടാൻ കാരണമായത്. കുറ്റാരോപിത മെമ്മോയ്ക്ക് പ്രശാന്ത് മറുപടി നൽകിയിട്ടില്ലെന്ന വാദമുയർത്തി റിവ്യൂ കമ്മിറ്റി 120 ദിവസത്തേക്ക് കൂടി സസ്പെൻഷൻ നീട്ടി. റിവ്യൂ കമ്മിറ്റി തീരുമാനത്തിന് പിന്നാലെ ചീഫ് സെക്രട്ടറി പ്രശാന്തിന് കത്ത് നൽകി. ചാർജ് മെമ്മോയ്ക്ക് 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നും ശേഷം രേഖകൾ പരിശോധിക്കാൻ പ്രശാന്തിന് അവസരമുണ്ടാകുമെന്നും അറിയിച്ചു. അതേസമയം കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി തദ്ദേശ പരിഷ്കരണ കമ്മീഷനാക്കി നിയമിച്ചതിൽ ബി അശോകിന് കടുത്ത അതൃപ്തിയുണ്ട്. കൃഷിമന്ത്രി പോലും അറിയാതെയാണ് നിയമനമെന്നാണ് വിവരം. തന്റെ അതൃപ്തി സർക്കാരിനെയും ബി അശോക് ഔദ്യോഗികമായി അറിയിച്ചേക്കും. സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും കെ ഗോപാലകൃഷ്ണനെതിരായ വകുപ്പുതല പരിശോധനകൾ തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം.